ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ തൗബ ചെയ്യണം എന്ന് നിർദ്ദേശിച്ച ആയത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുന്ന പരാമർശിക്കുന്ന ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ എന്നുള്ളത്. ആത്മാർത്ഥമായ തൗബ ചെയ്യും. ആരോടാ പറയണത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങൾ എന്തിനാ തൗബ ചെയ്യേണ്ട ആവശ്യം? ഫാസിഖീങ്ങളെ, തമ്മാടികളെ നിങ്ങൾ തൗബ ചെയ്യുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ. മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞാൽ ഉഡായിപ്പ് മുഅ്മിനീങ്ങളല്ലല്ലോ, ഒറിജിനൽ ടീമല്ലേ അല്ലേ? പിന്നെ ഇതിന് അങ്ങനെ പറയേണ്ട ആവശ്യം? രണ്ടു കാരണങ്ങളുണ്ട്. രണ്ട് കാരണം. ഒന്ന്, അവിടെ താല്പര്യപ്പെടുന്ന ഒരു തൗബ എന്ന് പറയുന്നത് തജ്ദീദ് തൗബയാണ്. തൗബ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ല, ഞാൻ 26 രാവിലെ തൗബ ചെയ്ത് നന്നായല്ലോ, ഇനി ഇന്ന് സജീവാവില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ, ഞാൻ വിത്തർ 11 നിസ്കരിക്കാം. നോ, അത് പറ്റില്ല. ഇബ്ലീസിന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം തജ്ദീദ് തൗബ, തൗബ റീന്യൂ ചെയ്തുകൊണ്ടിരിക്കലാണ്, പുതുക്കൽ. അപ്പം നിങ്ങൾ തൗബ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡെയിലി 100 ഇസ്തിഗ്ഫാർ ഇല്ലെന്നത് വല്ല തെറ്റും അവിടുന്ന് വരോ? തെറ്റ് ചിന്തിക്കോ? നുബുവത്തിന് മുമ്പോ ശേഷമോ അങ്ങനെ ഒന്നും സംഭവിക്കാത്തവരല്ലേ അമ്പിയാക്കൾ മുഴുവൻ? കണ്ടോ? രണ്ടാമത്തെ ഒന്ന്, മുഅ്മിനീങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ തൗബ ചെയ്താൽ തന്നെ അവർക്കൊരു പേടി ഉണ്ടാവും, സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തുനിന്ന് പഴം പറിച്ചു തിന്നു. അത് തെറ്റല്ല. കാരണം തെറ്റും ശരിയൊക്കെ വരുത്ത ദുന്യാവിലാണ്. സ്വർഗത്തിൽ എന്ത് തെറ്റ് ശരി? സ്വർഗത്തിൽ പറയാ ആപ്പിൾ 2 തിന്നാൻ പറ്റും, മുന്തിരി 1, പിന്നെ ഇതിനെ സ്വർഗത്തിൽ പോയി ചപ്പാത്തി 2, ഇതെന്താ ബോഡിക്കോ? എടാ, സ്വർഗത്തിൽ എങ്ങനെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുക? അതൊക്കെ ദുന്യാവിലല്ലേ നിയമങ്ങളും നിയമത്തിൻ്റെ സ്കെയിലൊക്കെ ഉണ്ടാവുക. സ്വർഗം എന്ന് പറഞ്ഞാൽ രസിക്കാനും ആനന്ദിക്കാനുള്ള ലോകമല്ലേ. അപ്പം ആദം നബിക്ക് തോന്നി ഇതൊരു തെറ്റായിപ്പോയോ. പാവം ആദം നബി അലൈഹി സ്വലാം ദുനിയാവിൽ വന്നിട്ട് 100 കൊല്ലം കരഞ്ഞു അതിൻ്റെ പേരിൽ. മഹാനവറുകൾ വഫാത്തായി, പിന്നെ അമ്പിയാക്കൾ വന്നു. കുറേ കാലത്തിന് ശേഷം ഖിയാമത്ത് നാളാവും. ദെൻ പുനർജന്മം വന്ന് മഹ്ശറിൽ ആരെങ്കിലും ശഫായത്തിന് വേണ്ടി ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പോയാൽ ആദം നബി പറയും, നഫ്സി നഫ്സി, ആ പഴയ ഫ്രൂട്ട് ഓർക്കുമ്പോൾ പേടിയുണ്ട്. ഇത്രയും തൗബ ചെയ്തിട്ടോ, ഇത്രയും ചെയ്തിട്ടോ. അത് ഈ മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അതേ സമയത്ത് ഈമാൻ കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഈമാൻ ഇല്ലാത്ത ആൾക്കാർ ഒരിക്കൽ തൗബ ചെയ്ത് ഓർക്ക് തോന്നും എന്തായാലും അള്ളാഹിനോട് തന്നെ ചോദിക്കും. 26 അവന് ആ തൗബ ചെയ്തത് കിട്ടിയില്ല, അത് നെറ്റ് സ്ലോ ആയതുകൊണ്ട് ജിമെയിൽ വഴിയാണ് അയച്ചത്, കിട്ടുമെന്ന് പറയും. മൂപ്പർക്ക് ഉറപ്പായിട്ട് തൗബ സ്വീകരിച്ച ഫീലിംഗാണ്, ഭയങ്കര മാന്യമായ നടത്തം. തൗബ സ്വീകരിച്ചല്ലോ. അതാണ് ഈ മുഅ്മിനീങ്ങൾ നന്മ ചെയ്താലും അവരുടെ ഖൽബ് പിടക്കും എന്ന് ഖുർആൻ പറയണത്. അവർക്ക് ഭയങ്കര പേടിയാണ് ഈ നന്മ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത്, പേടി. അത് നിങ്ങൾ സാധാരണക്കാരും അല്ലാത്തവരും തമ്മിൽ എടുത്തു നോക്കിയൊക്കെ മഹാന്മാരുടെ കാലം, മഹാന്മാരായിരിക്കും കൂടുതൽ കരയുക. എന്തിന്? അവർക്ക് പേടിയാണ് ഈ അമൽ ചെയ്തത് സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ള പേടിയാണ്. അതാണ് അതിൻ്റെ ഒരു കാരണം. അതാണ് അതിൻ്റെ കാരണം. അങ്ങനെ ഒരാൾ തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ, ഒരാൾ നന്നാവുന്നതിൻ്റെ 3 ഘട്ടങ്ങളാണല്ലോ പറയണത്. നന്നായി കഴിഞ്ഞാൽ അടുത്തത് അയാളിൽ രൂപപ്പെടുന്നതാണ് മുഹാസബത്ത്. ഇവിടെയാണ് നമ്മൾ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ വായിക്കേണ്ടത്. മുഹാസബത്തുൻ നഫ്സ്. എന്താണ് ഈ മുഹാസബത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ? ഈ അറബിയിലുള്ള ടെർമിനോളജി മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും പരമാവധി ശ്രമിച്ചു നോക്കാം. മുഹാസബത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വിചാരണ നടത്തുക, വേറെ ആരുമല്ല. അങ്ങനെ വിചാരണ നടത്തിയാലുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ആഖിറത്തിലുള്ള ഹിസാബ് വല്ലാതെ കടുപ്പപ്പെട്ട ഹിസാബാവില്ല, സോഫ്റ്റ് ആയിട്ട് വേഗം വിടും. കാരണം ഇവിടുന്ന് തന്നെ ഏകദേശം ചെക്കിങ് പൂർത്തിയായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഒറിജിനൽ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കുറച്ച് തവണ വിചാരണ നടത്തി നോക്കൂ.
വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇത് തന്നെയാണ്. നിങ്ങൾ എന്താണ് ആഖിറത്തിലേക്ക് ഒരുക്കുകൂട്ടിയത് എന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ആത്മീയമായ ഓഫറിൻ്റെ ആത്മീയ പേരാണ് യഖ്ലത്ത് എന്നുള്ളത്. യഖ്ലത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ലൈവിലുണ്ടാവും, എപ്പോഴും കൽബിൽ. മരിക്കുമല്ലോ, മരിക്കുമല്ലോ, ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടതല്ലേ എന്ന പേടി ഇങ്ങനെ വരും. നമ്മുടെ പരലോകത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഭയങ്കര ബേജാറായിരിക്കും. സ്വന്തത്തെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഖബർ സ്വന്തമായിട്ട് കുഴിക്കുന്നു, ഇടയ്ക്കിടെ അതിൽ പോയി ഇരിക്കുന്നു, മരണം ഓർമ്മിക്കുന്നു, ഇതേപോലെ ഒറ്റക്ക് കിടക്കേണ്ടതല്ലേ എന്ന് വിചാരിക്കുന്നു. യാ അല്ലാഹ്, മരിച്ചാൽ തന്നെ ഖബറിൽ കിടക്കാണ്ടാവോ എന്നുള്ള ഓഫർ ഉണ്ടോയെന്നാണ് നമ്മ അന്വേഷിക്കുക. ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഖബറിൽ പോയിട്ടിരിക്കുക. എത്ര കാലം? എന്തിന്? സ്വന്തം ശരീരത്തെ ശരിപ്പെടുത്തുകയാണ്, ഷെയ്പ്പ് ചെയ്യുകയാണ്, ചെത്തി മിനുക്കുകയാണ്, രാഗി എടുക്കുകയാണ്, ഖബറിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇബാദത്ത്. ഇതേപോലെ ആരാരും ഇല്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതല്ലേ, കിടക്കേണ്ടതല്ലേ എന്ന് ശരീരത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് മുഹാസബത്തിൻ്റെ ഒരു രീതിയാണ്. സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുക. ഇതൊരാൾ അള്ളാഹുലേക്ക് അടുക്കുന്ന ആ സൂഫി മാർഗത്തിൽ അള്ളാഹു തന്നെ നൽകുന്ന ഒരു ഓഫർ കൂടിയാണത്. അല്ലാത്ത ആൾക്കാരാണ് ബാക്കിയുള്ളവരെ വിചാരണ നടത്തൽ. അയാൾ ശരിയില്ല, ഇയാൾ ശരിയില്ല. എനിക്ക് പിന്നെ ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും, എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു തോന്നലൊക്കെ ആയിരത്തുനിന്ന് വരുന്നതാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അള്ളാഹിനോട് ദ്വാരുന്നല്ലോ, ഈ മറ്റുള്ള ആൾക്കാർ വുളു എടുക്കുമ്പോൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ ഉറ്റി വീഴുന്ന കറാമത്ത് എനിക്ക് നീ തന്നിന. വേണ്ട റബ്ബേ, എനിക്ക് വേണ്ട. അത് കാണുമ്പോൾ ഒരു അയാൾ തെറ്റ് ചെയ്ത ആളാണെന്നുള്ളൊരു അത് ഡിലീറ്റ് ആക്കിയേക്കുന്ന പറഞ്ഞേക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്ന ഒരു ദുആ ആണ്, എൻ്റെ ഹയാത്ത് കാലത്ത് ഉമ്മത്തിൻ്റെ ഒരു കുറവും കാണിച്ചു തരില്ലേ അല്ലാഹ്, ഒന്നും കാണിച്ചു തരില്ല. സ്വന്തത്തെ നമ്മളെ വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കുക. അതാണ് നഫീസ ബീവി ഖബർ ഒഴിച്ചിട്ട് അതിലിങ്ങനെ വിചാരണ നടത്തുന്നത്, ഷെയ്പ്പ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുറഞ്ഞ സമയം അങ്ങനെ ഇരിക്കണം എന്നാണ് മഹാന്മാർ പറയണത്. ഒറ്റക്ക്, ആരും കാണാതെ ഒറ്റക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. പ്രായപൂർത്തിയായ കാലം മുതൽ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, വല്ല അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടോ, അതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. സൂഫിയായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, അവർ സ്വന്തം ശരീരത്തെ ഇതേപോലെ വിചാരണ നടത്തി. 60 വയസ്സായി മഹാനവറുകൾക്ക്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ വല്ല അബദ്ധവും സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് കിട്ടിയപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം 36 തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തെറ്റ് എന്ന് പറഞ്ഞാൽ ഹറാമൊന്നും അല്ല അവർക്ക് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഓരെന്തെങ്കിലും വലുത് ഭാഗത്തായിട്ട് അറിയാതെ തുപ്പിപ്പോയതാണ്, വലിയ തെറ്റായിട്ട് അവർ മനസ്സിൽ ഓർമ്മിച്ച് നടക്കും. അതിന് പകരം എന്താ ചെയ്യുക? ഒരു തെറ്റിന് പകരം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അപ്പോൾ 36,000 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒരു തെറ്റിന് പകരം 1,00,000 ഇസ്തിഗ്ഫാറും ചൊല്ലി, 36 ലക്ഷം ഇസ്തിഗ്ഫാറും. ഓരോ റക്അത്തിൽ ഒരു ഖത്ം ഓതി തീർത്ത് 36 ലക്ഷം 36,000 ഖത്തും. ഇതെല്ലാം ചെയ്തിട്ട് അള്ളാഹിനോടൊരു ദുആ. ഇതെത്ര എല്ലാം ചെയ്തപ്പോൾ എനിക്കൊരു തോന്നൽ എന്തായാലും പുറത്ത് കിട്ടുമെന്ന്. അത് നിന്നെന്തോ നിർബന്ധിക്കുന്ന പോലത്തെ ഒരു തോന്നലായിപ്പോയി, നിങ്ങൾ പൊരുത്തപ്പെടണം. ഇനി അതൊരു 37ാമത്തെ അബദ്ധമാവരുത്. ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ ഇവിടുന്ന് തന്നെ വിചാരണ നടത്തിയിട്ട് ശരിയാക്കിയാലുണ്ടല്ലോ, ആഖിറത്തിൽ അങ്ങനെ വലുതായിട്ട് ബോർഡിംഗ് പാസിന് വേണ്ടി കൊടുങ്ങേണ്ടി വരില്ല. അവിടെ വേഗം പോവാം. നമ്മളൊന്ന് ശരിയാക്കി എടുക്കുക. അല്ലാതെ ഇപ്പോൾ നഫീസ ബീവി ഖബർ ഒഴിച്ചിന് അവിടെ ഇരുന്നിന്
60,000 ഖത്ത് മോദി തീർന്നെന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ഇതിലൂടെ നമുക്ക് കിട്ടേണ്ട ചില ആശയത്തെയാണ് ഞാൻ ആവാഹിച്ചെടുക്കുന്നത്. നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കിടക്ക് വീട്ടിൽ റൂമിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മുത്തബറക്ക് ബിഹിയായ സ്വാലിഹീങ്ങളുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് നോക്കിയാൽ നമുക്ക് തന്നെ അള്ളാഹു തെളിച്ചം തരും. ഇങ്ങനെ ഒരു മുഹാസബത്തിൻ്റെ ലോകത്ത് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു കൊടുക്കും എന്ത്? ഗഫലത്തിൽ നിന്നുള്ള മോചനം കൊടുത്തിട്ട് യഖലത്തിലേക്ക് എത്തും. എന്താണ് ഈ യഖലത്ത് എന്ന് പറഞ്ഞാൽ? യഖലത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഖൽബ് എപ്പോഴും ആഖിറത്ത് ഓർത്തുകൊണ്ട് ലൈവിൽ നിൽക്കും. ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. അതുകൊണ്ടാണ് ഈ അമ്പിയാക്കൾ ഉറങ്ങിയാൽ ഉളുമുറിയൂല. കാരണം അമ്പിയാക്കളുടെ ഖൽബ് എപ്പോഴും ലൈവിലുണ്ടാവും. ചില വലിയ ഉസ്താദ്മാരെല്ലാം കണ്ടിട്ട് അവർ തമാശയെല്ലാം പറയും, എന്നാലും അവരും അള്ളയും തമ്മിലുള്ള ആ ബന്ധം പോലെ ഉണ്ടാവും. ഭാര്യയായിട്ടും മക്കളുമായിട്ടൊക്കെ തമാശകളും ആർത്തുല്ലസിക്കലൊക്കെ ഉണ്ടാവും. അപ്പോഴും അള്ളാഹ് ഇത്രയും തിന്നത് അള്ളാഹു ചോദിക്കുമല്ലോ അല്ലേ? അവരുടെ ഉടനെ അതിലേക്ക് വലിയ അവർ അള്ളാഹുവിൽ നിന്ന് ബന്ധം വിടൂല. അത് യഖലത്തുള്ളവർക്ക് കൊടുക്കുന്ന ഒരു നേട്ടമാണ്. എത്ര അവർ ആസ്വദിച്ചാലും ആ കണക്ഷൻ പോവില്ല. അതല്ലേ മുഅ്മിനീങ്ങളുടെ സ്വപ്നം നുബുവത്തിൻ്റെ ഒരു പാർട്ടാണെന്നുള്ളതിന് കുറേ വിശദീകരണത്തിൽ ഒരു വിശദീകരണം എന്താ? അതെന്തായാലും യാഥാർത്ഥ്യമാകുന്ന സ്വപ്നമായിരിക്കും, പൊയ്ക്കിനാവാവില്ല. കാരണം അവരുടെ ഖൽബ് അള്ളാഹുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പം ചില ഷോപ്പുകളൊക്കെ കാണുന്നില്ലേ, കമ്പനികളൊക്കെ സാറ്റർഡേ ആൻഡ് സൺഡേ ലീവായിരിക്കും, എന്നാലും തിങ്കളാഴ്ച വന്നിട്ട് സാറ്റർഡേ സൺഡേ വന്ന് മെയിൽ ഓപ്പൺ ആക്കാൻ കഴിയും. അത് ഓപ്പൺ ആയിരിക്കും, അതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഷോപ്പ് ഷട്ടർ താഴ്ത്തിയിട്ടുണ്ടാവും, ലോക്കാക്കിയിട്ടുണ്ടാവും, എന്നാലും മെയിൽ ഓപ്പൺ ആയിരിക്കും, മെയിലേക്കാം. എന്ന പോലെ ചില മോമിനിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, അവരുടെ ഖൽബ് എപ്പോഴും ലൈവിലുണ്ടാവും. അത് പള്ളിയിലായാലും മാത്രം, ദിക്ർ ഹൽക്കയിൽ മാത്രമല്ല, എല്ലാ സമയത്തും ഉണ്ടാവും. അതൊക്കെ നമുക്ക് കിട്ടണ്ടേ? വേണം. ഇങ്ങനെ ഒരാൾ ഈ ഘട്ടത്തിലേക്ക് എത്തിക്കഴിയലോടുകൂടി അയാളെ എത്തിക്കുന്ന അടുത്തൊരു സ്ഥാനമാണ് മുജാഹദ എന്ന് പറയുന്നത്. മുജാഹദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ലളിതമായി പറഞ്ഞാൽ, കിതാബിൻ്റെ ഭാഷയെ തന്നെ മലയാളാക്കുന്നതിന് പരിമിതി ഉണ്ടാവും, എന്നാലും ലളിതമായി പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ പതിവായി ചെയ്യുന്ന വിർദ് ഔറാദുകളിൽ ഒന്ന് മിസ്സായതിൻ്റെ പേരിലോ ഇനി മേലാൽ ഈ സൂക്കട ആവർത്തിച്ചു പോകരുത് എന്ന് പഠിപ്പിക്കാൻ കുറച്ച് വലിയ ടാസ്ക് ശരീരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് മുജാഹദ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോഴാണ് ക്ലാരിറ്റി കിട്ടുക. അസർ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് മിസ്സായിപ്പോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നഷ്ടപ്പെടാനുള്ള കാരണം തൻ്റെ തോട്ടം നനക്കാൻ പോയതിൻ്റെ പേരിലാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ മുഹാസബത്ത് നടത്തി, ഒരു ജമാഅത്ത് മിസ്സാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ 27 ഇരട്ടി പോയില്ലേ. ഇനി എന്ത് പകരം ചെയ്തിട്ട് എന്താ വേണ്ടത്? അതുക്കിയ തന്നെ ചോദിച്ച ചോദ്യം എന്താ? പിന്നെ എന്തിനാണോ നീ പഠിക്കുന്നതെന്നല്ല ചോദിച്ചത്. ജമാഅത്തില്ലെങ്കിൽ ഗൗരവപ്പെട്ട കാര്യമല്ലേ. മുഹാസബത്ത് നടത്തിയപ്പോൾ മുജാഹദയിലേക്ക് തീരുമാനമെടുത്തി. എന്താ തീരുമാനം? 20 ലക്ഷം ദിർഹം വില വരുന്ന ആ തോട്ടം ഇനി എനിക്ക് വേണ്ട, ഇനി മേലാൽ ഈ സുഖടിന് വെക്കരുത്. അതുടനെ പാവങ്ങൾക്ക് സ്വതക്കെ ചെയ്തു. ഇനി ഒരു ജമാഅത്ത് മിസ്സായാൽ കേട്ടോ, വേറെ ആരും അല്ല പണിഷ്മെൻ്റ് കൊടുക്കുന്നത്, അവനവനെ തന്നെ. ചിലത് നമ്മളോട് തന്നെ ചോദിക്കണം. എല്ലാം പൊന്മോളുസ്ഥാനോട് ചോദിക്കാൻ നിൽക്കരുത്. ഇസ്തഫ്തിലി നഫ്സിക, നീ നിന്നോടന്നെ ചിലത് ചോദിക്കണം. നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. അവനവൻ്റെ റൂമിലും അവനവൻ്റെ വീട്ടിലും എന്താണുള്ളത്, എന്താണ് അറിയുക ഉറപ്പല്ലേ? നമ്മളല്ലേ അറിയാം. നമ്മളെ വീട്ടിലും നമ്മളെ റൂമിലും നമ്മളെ പോക്കറ്റിലും എന്താ ഉള്ളത് നമുക്കല്ലേ അറിയാം. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ കിതാബിന് ഷറഹ് എഴുതുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കിതാബിന് ഞാൻ എൻ്റെ ഷറഹ് എഴുതിക്കോളാം, എൻ്റെ മത്തിന് എന്താണെന്ന് എനിക്കല്ലേ ശരിക്കറിയല്ലേ. അതൊരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ മുസന്നിഫിൻ്റെ മുറാദ് ഇന്നതായിരിക്കുമെന്ന് ഊഹിച്ച് പറയേണ്ടി വരും. എന്നതുപോലെ ഈ ഉപ്പാൻ്റെ മോനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അഥവാ ഉമർ അള്ളാഹിൻ്റെ മോൻ, മഗ്രിബ് നിസ്കാരം കുറച്ചൊന്നും ഡിലേ ആയിപ്പോയി.
അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഈ ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് ബിരിയാണി ഇപ്പം തന്നെ തിന്നാൻ തോന്നല്ലേ, പിന്നെ വെറുതെ ഒന്നും കൂടി ഇരിക്കാനൊക്കെ ഉണ്ട്. എന്തെല്ലാം ഉടായിപ്പാന്നറിയോ, ഫുഡ് അടിക്കാൻ നമ്മൾ കുറേ ന്യായീകരണം ഉണ്ടാവും. ഇനി ഒന്നും കൂടി ഇരിക്കാനാക്കണ്ട, വെറുതെ സമയം കളയേണ്ടതൊക്കെ. മഗ്‌രിബ് വളരെ ഡിലേ ആവും പലരുടെയും. മഗ്‌രിബ് ഏത് മാസത്തിൽ? റമളാൻ. അങ്ങനെ അല്പം ഡിലേ ആയിപ്പോയി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടേത്. മഹാനവറുകൾ ശരീരത്തിനൊരു മുജാഹദക്ക് തയ്യാറാവുകയാണ്. സമരമാണ് ജീവിതം എന്നല്ലേ. എന്താ ചെയ്തതെന്നറിയാം? അന്ന് രാത്രി ഫുൾ ടൈം ഇബാദത്ത്. ഇനി മഗ്‌രിബ് ഡിലേ ആക്കിയാൽ നീണ്ട ചരിത്രങ്ങളുണ്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിഷയമായിട്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞതെന്ന് വെച്ചാൽ, റമളാൻ തീരാറായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് അയാളുടെ നാട്ടിലെ ഒരാളുടെ മരണവിവരം അറിയിച്ചു. പ്രായമുള്ളൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു റമളാനിൽ 17 ഖത്മ് ഓതി തീർക്കും. അത്ര ഒരു റമളാനിൽ 17 ഖത്മ് 17 ഖത്മ് ഓതി തീർക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഖുറാൻ തങ്ങളുപ്പാപ്പ നമ്മുടെ നാട്ടിലും നമ്മളിലും നമ്മൾക്കിടയിലും ജീവിച്ച മഹാനല്ലേ, ഉസ്താദല്ലേ, നേതാവല്ലേ. എത്ര നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എത്ര ദുആ സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ 22 ഖത്മ് റമളാനിൽ തീർക്കാൻ ശ്രമിക്കുന്ന ആളാണ്. 22 ഖത്മുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തങ്ങളുപ്പാപ്പ എന്നെ പറയുന്നുണ്ട്, അതൊന്നും വലിയ റിസ്ക് ഉള്ള സംഗതിയല്ല, വിചാരിച്ചാൽ നടക്കും. ഞാനൊരു റമളാനിൽ 27 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട് എന്ന് പറയുന്ന ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഇതേതോ അബൂ ഹനീഫ തങ്ങളുടെ കാലത്തുള്ള ഒരാൾ ഉദ്ധരിച്ചാൽ ഓഡിയൻസും ഞാനും കൂടി വിലയിരുത്തും, അത് കറാമത്തിൻ്റെ ഫോൾഡറിലേക്ക് കൊടുക്കാമെന്ന്. അത് വിധി എഴുതാതിരിക്കാനാ കറണ്ട് സ്റ്റാറ്റസായ മഹാന്മാരെ തന്നെ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഖത്മ് ഓതി തീർക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗിച്ച് അതിൻ്റെ ഒരു ക്ലിപ്പ് ഓടിയപ്പോൾ ഒരാൾ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് അയാളുടെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പാനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന. ആ ഉപ്പ തനി നാടനായ ഒരു മനുഷ്യൻ, ചുമട്ട് തൊഴിലാളിയാണ്, കെട്ടെടുക്കലാണ് മൂപ്പരെ പണി. മൂപ്പര് ബദരീങ്ങൾക്ക് ഖത്മ് ഓതി തീർത്ത ആളാണ്. അപ്പോൾ കേട്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത് എന്താ, ഒരു ഖത്മ് ഓതിയിട്ട് ബദരീങ്ങൾക്ക് ഹദ് ചെയ്തെന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ബദരീങ്ങളിലെ ഓരോരാൾക്കും ഓരോ ഖത്മ് ഓതി തീർത്തിട്ടുണ്ട് ആ പച്ച മനുഷ്യൻ. ഈ മനുഷ്യനൊക്കെ ആഖിറത്തിലെത്തുമ്പോൾ ബദരീങ്ങൾ പൊതിയൂലേ, എനിക്ക് വേണമെന്ന് പറയൂലേ. തീർന്ന് ഹബീബുമാരെ, മോമിനീങ്ങളെ, മോമിനാത്തുകളെ, റമളാൻ അങ്ങ് തീർന്നു. നമ്മൾ മുഹാസബത്ത് നടത്താം നമ്മളെക്കുറിച്ച്. 6000 ഖത്മ് ഖബറിൽ ഇരുന്നിട്ട് ഓതിയ നഫീസ ബീവി റളിയല്ലാഹു അൻഹ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മുഹാസബത്ത് നടത്തിയിട്ട് ഒരു ഖത്മെങ്കിലും ഓതി തീർക്കാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുജാഹദക്ക് തയ്യാറാവുക. ഇനി 1-1.5 ദിവസമായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഓതി തീർക്കുമെന്ന് ശപഥം ചെയ്യുക. കഴിഞ്ഞ റമളാൻ 29 ഉണ്ടായിരുന്നത്. തിരൂരങ്ങാടിയിലുള്ള ഒരാൾ ആ 29ൻ്റെ നോമ്പിൻ്റെ ഉച്ച സമയത്ത് ഖുർആൻ്റെ ഒരു പകുതി കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം ഓതുന്നുണ്ട്. അസർ കഴിഞ്ഞിട്ടും അയാളെ കണ്ടപ്പോൾ അയാൾ വല്ലുഹ സൂറത്ത് എത്തിയിട്ടുണ്ട് ഒരു 5-5:30 ആകുമ്പോൾ. അപ്പോൾ അയാളോട് ചോദിച്ച്, എന്താ ഭയങ്കര സ്പീഡാണല്ലോ ഓത്ത്. നാളെ പെരുന്നാളാവാൻ സാധ്യതയുണ്ട്, ഒരു ചെറിയ പേടി. പെരുന്നാളിൻ്റെ മഹത്വങ്ങളുണ്ടെങ്കിലോ റമളാനിൽ ഓതിയ കൂലി കിട്ടൂലല്ലോ. അതുകൊണ്ട് ഖത്മ് തീരുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ ഖത്മ് ഓതി തീർക്കണത്. ഓ അങ്ങനെ. അപ്പോഴൊരു സംശയം, ഇങ്ങനെ സ്പീഡിൽ ഓതാനൊക്കെ കഴിവും ശക്തിയൊക്കെ ഉള്ള ഒരാളെന്ത് പിന്നെ ഇത്ര ഡിലേ ആക്കിയത്? ഒരു ഖത്മ് പോലും ഓതി തീർക്കാൻ കഴിയാത്തിട്ടുള്ള ബേജാർ. ഒരു ഖത്മല്ല, ഞാൻ 2 ദിവസം കൊണ്ടാണ് ഒരു ഖത്മ് ഓതി തീർക്കാറ്. ഇന്നലത്തോടുകൂടി 14 തീർന്നു. ഇന്നും നാളെയും കൊണ്ടാണ് 15 ആവേണ്ടത്. ആ 15ാമത്തെ ഖത്മ് നാളെ പെരുന്നാളിലേക്ക് ആയിപ്പോവെന്നുള്ള പേടിയിൽ ഇന്നെന്നെ 15ാമത്തെ തീർത്തതാണ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം. ഇങ്ങനത്തെ എത്രയോ പച്ച മനുഷ്യന്മാരൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ഉണ്ട്. റമളാനാണ് തീരാൻ പോണത്. ഈ ഖത്മ് ഓതി തീർത്ത് നിങ്ങൾ ആലോചിക്കുക. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ നോമ്പോടുകൂടിയാണ് വഫാത്താവുന്നത് അല്ലേ? അതാണല്ലോ റമളാനിൽ ആണ്ടാചരിക്കണം. ആ മഹദി അവറുകളെ ഡോക്ടർമാർ അല്ലെങ്കിൽ ആ കാലത്തുള്ള ആൾക്കാർ
നിർബന്ധിച്ചു നോമ്പ് മുറിപ്പിക്കാൻ ശ്രമിച്ചു. മഹദിയുടെ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. ആ ഉത്തരം എന്തായിരുന്നു? 30 കൊല്ലമായിട്ട് ഞാൻ നോമ്പെടുത്ത് റെഡിയായി നിൽക്കണത്, തുടർച്ചയായി നോമ്പ് വെക്കണത്, പെരുന്നാൾ അയ്യാമത്തെ തശ്രീക്ക് ഒഴികെയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കണത് എന്തിനാ? നോമ്പോടുകൂടി എൻ്റെ അള്ളാഹുവിനെ, എൻ്റെ റബ്ബിനെ കാണാനാ. എന്നിട്ട് കാണേണ്ട ദിവസങ്ങൾ മുറിപ്പിച്ചാലോ? അതൊരിക്കലും ഉണ്ടാവില്ല. സൂറത്തുൽ അൻആം പാരായണം ചെയ്തുകൊണ്ടാണല്ലോ മഹദി അവർകൾ വഫാത്താണ്. അങ്ങനെ ശരീരത്തോട് മുജാഹദ നടത്തിയവരാണ് ഔലിയാക്കളൊക്കെ. ചരിത്രം, ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ അവരുടെ ശരീരത്തോട് സമരം ചെയ്ത് ശരിപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു മുജാഹദൻ്റെ ഒരു ഉസ്താദാണ്, വലിയ നേതാവ്, പണക്കാരനാണ്, സാമ്പത്തികമായി കഴിവുള്ള ആളാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഉസ്താദ് ഷറഹ് മുസ്ലിമിൽ നിന്ന് അത് വായിച്ചെന്നത്. ചരിത്രം വളരെ വിശദമായി സിയറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഏതെങ്കിലും ഒരു ശ്രേഷ്ഠമായ കാര്യം മിസ്സായി എന്ന് കണ്ടാൽ മഹാനവർകൾ ഉടനെ തന്നെ തീരുമാനിക്കും, ഇനി രാത്രി ഉറങ്ങണ്ടെന്ന്, ഫുള്ളി ബാത്ത്. അങ്ങനെ ശരീരത്തെ ആത്മീയമായ CCTV കൊണ്ട് നിരീക്ഷിച്ച് ശരിപ്പെടുത്തിയവരായിരുന്നു ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാർ, മഹദിമാർ. അതിലേറ്റവും പ്രധാനിയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം ദുആക്ക് ഇജാബത്തുള്ളതായി, എന്ത് വിഷമുണ്ടെങ്കിലും പറയാനുള്ള പരിഹാര കേന്ദ്രമായി നമുക്ക് പഠിപ്പിച്ചെന്ന ആളുമാണ് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസ ബീവിയുടെ മഹത്വങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു നോക്കുമ്പോൾ ആദ്യ മഹദിയെക്കുറിച്ച് പറയേണ്ടത് ദുനിയാവിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, ഇയാൾക്ക് അള്ളാഹിനോടും തങ്ങളോടും ഇഷ്ടം ഹൃദയത്തിൽ വന്നാൽ ആദ്യം ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ആവേണ്ടത് ദുനിയാവിനോടുള്ള ഹുബ്ബ. മഹദി അവർകൾ എപ്പോഴും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ആരുടെ മുന്നിലും എൻ്റെ ഒരവസ്ഥ പറയാനുള്ളൊരവസ്ഥ വരുത്തല്ലേ. എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കും. അത്യാവശ്യമായ സാമ്പത്തിക കഴിവുണ്ട് മഹദി അവർകൾക്ക്. രോഗികൾക്ക്, പ്രത്യേകിച്ച് കാലിന് വാതരോഗം പിടിപെട്ടവർക്കും രോഗികൾക്കും ആവശ്യക്കാർക്കുമെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു മഹദി അവർകൾ. ഉമ്മമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തെ അർത്ഥപൂർണമായ ജീവിതമാക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ വഴി കുറേ ആൾ ജീവിക്കുക. കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മളെ മുന്നിലുണ്ടാവുക. UAE-യിലുള്ള ഒരു സുഹൃത്ത്, അയാൾ ഈ അടുത്ത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിലുള്ളൊരു നിയ്യത്ത് പറഞ്ഞു. എന്താ നിയ്യത്ത് എന്നറിയാം? ഉസ്താദെ, ഒരു 100 പാവപ്പെട്ട ആൾക്ക് വീടെടുത്തു കൊടുക്കണം എന്ന് എനിക്കൊരു പൂതിയുണ്ട്. അതിന് മാത്രം ഇപ്പം എനിക്ക് സാമ്പത്തികമായി കഴിവില്ല, ഉള്ളത് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 5-6 പൂർത്തിയാവുന്നുണ്ട്, ഒരു 100 ആവണം എന്നാണ് എൻ്റെ മോഹം. യാ റബ്ബ്, ആ നീയത്തന്നെ പോരെ, അത് തന്നെ പോരെ. ബനൂ ഇസ്രായേൽ കാലത്ത് 2 പർവ്വതങ്ങൾ കണ്ട ഒരു സാധു മനുഷ്യൻ ഇതെങ്ങാനും സ്വർണ്ണമായാൽ പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്ക് ആ കാലത്ത് നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയും ഉടനെ തന്നെ അയാളോട് സന്തോഷം പറയുകയും ചെയ്തല്ലോ. എന്താണ് സന്തോഷം? ആ 2 പർവ്വതങ്ങൾ സ്വർണ്ണമായി, അത് സ്വതക്ക ചെയ്ത കൂലി അയാളുടെ ഏടിൽ എഴുതി വെച്ചിട്ടുണ്ട്.